ലോസ് ആഞ്ചലസിൽ സംഘർഷമുണ്ടായി. കുടിയേറ്റ പ്രതിഷേധങ്ങളെ തുടർന്ന് നാഷണൽ ഗാർഡിൽ വിന്യസിച്ച് ട്രംപ് ഭരണകൂടം ലോസ് ആഞ്ചലസിൽ കുടിയേറ്റ നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട് ഫെഡറൽ ഇമിഗ്രേഷൻ ഓഫീസിനും ഉദ്യോഗസ്ഥർക്കും നേരെ നടന്ന ആക്രമണങ്ങളെ തുടർന്ന് നഗരം സംഘർഷാഭരിതമാണ്. ഈ ആക്രമണങ്ങളെ തുടർന്നുണ്ടായ അറസ്റ്റുകൾ വ്യാപകമായ പ്രതിഷേധങ്ങൾക്കും നിയമപാലകരുമായുള്ള ഏറ്റുമുട്ടലുകൾക്കും കാരണവുമായി. സാഹചര്യങ്ങൾ വഷളായതോടെ കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസമിന്റെ അഭ്യർത്ഥനയില്ലാതെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ടൈറ്റിൽ പ്രകാരം 2000 നാഷണൽ ഗാർഡ് സൈനികരുടെ നഷ്ടം ഏഞ്ചൽസിൽ വിന്യസിച്ചു. നിലവിൽ 60 ദിവസത്തേക്ക് നഗരം ഫെഡറൽ നിയന്ത്രണം. നാഷണൽ ഗാർഡ് ഇതിനോടകം 100-ലധികം പേരെ അറസ്റ്റ് ചെയ്തും കഴിഞ്ഞു. പ്രതിഷേധക്കാരെ നേരിടാൻ കണ്ണീർ വാതകം, റബ്ബർ ബുള്ളറ്റുകൾ, മറ്റ് ജനക്കൂട്ട നിയന്ത്രണ തന്ത്രങ്ങൾ എന്നിവ അധികാരികൾ ഉപയോഗിച്ചു. പ്രതിഷേധത്തിനിടെ നിരവധി സെൽഫ് ഡ്രൈവിംഗ് വാഹനങ്ങൾ കത്തിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഗവർണറുടെ അനുമതിയില്ലാതെ നാഷണൽ ഗാർഡിനെ വിന്യസിക്കാനുള്ള ട്രംപിന്റെ തീരുമാനം വലിയ വിവാദത്തിന് തിരികൊളുത്തി.